സെൻസസ് 2027 ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒന്നിലധികം വീഡിയോകൾ ഇതിനകം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച് ആശങ്കയും അവ്യക്തതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച മുഴുവൻ സംശയങ്ങളും നിവാരണം ചെയ്യുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാവധി ലളിതമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറും എന്നാണ് പ്രതീക്ഷ. സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ അറിയാത്തവരും പലകുറി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ ശ്രമിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാത്തവരും ആശങ്കപ്പെടേണ്ടതില്ല. ഇത്തരക്കാർ എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതുവരെ കാത്തുനിന്ന ശേഷം അവരുടെ സഹായം തേടിയാൽ മതി. അതല്ല എങ്കിൽ ജില്ലാ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് പലയിടത്തും ഇതിനായി പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്യൂമറേറ്റർമാർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള സമയത്താണ് വിവരശേഖരണം നടത്താൻ വീടുകളിൽ വരുന്നത്. അടഞ്ഞുകിടക്കുന്ന വീടുകൾ ആണെങ്കിൽ എന്യൂമറേറ്റർ ഒന്നിലധികം തവണ സന്ദർശിക്കും. അയൽവാസിയിൽ നിന്ന് നിങ്ങളുടെ നമ്പർ ശേഖരിച്ച് ഫോണിൽ വിവരങ്ങൾ തിരക്കുന്നതിനും ശ്രമിക്കും. ഒരു രീതിയിലും വിവരങ്ങൾ ലഭിച്ചില്ല എങ്കിൽ മാത്രം പൂട്ടിക്കിടക്കുന്നു എന്ന് രേഖപ്പെടുത്തി നടപടികൾ അവസാനിപ്പിക്കും. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1855 വിളിക്കാം. പ്രവാസികൾ എന്യൂമറേഷൻ ചെയ്യേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും കേരളത്തിലെ സെൻസസിൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടവരല്ല. അവർ നിലവിൽ ഏത് സംസ്ഥാനത്താണോ താമസിക്കുന്നത് അവിടെ സെൻസസ് നടക്കുമ്പോൾ മാത്രം ആ സംസ്ഥാനത്താണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത്. വാടക വീട്ടിൽ താമസിക്കുന്നവർ ആ വീടിൻ്റെ വിവരങ്ങൾ നൽകണം. ഇനി സെൽഫ് എന്യൂമറേഷൻ എന്താണ് എന്ന് വിശദമായി പറഞ്ഞു തരാം. സെൽഫ് എന്യൂമറേഷൻ്റെ ആദ്യഘട്ടം se.census.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, രാവിലെ 6 മുതൽ അർദ്ധരാത്രി 12 മണിവരെ മാത്രമേ പോർട്ടൽ തുറന്നിരിക്കൂ. അതുകൊണ്ട് അർദ്ധരാത്രി എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കില്ല. ഈ വെബ്സൈറ്റിൽ സംസ്ഥാനം കേരളം എന്ന് തിരഞ്ഞെടുത്ത് വെബ് പേജിൽ നൽകിയിട്ടുള്ള ക്യാപ്ഷൻ നൽകി ലോഗിൻ ചെയ്യുക. ഈ ക്യാപ്ഷൻ നൽകിയിട്ടും എറർ കാണിക്കുന്നുവെങ്കിൽ അല്പം വെയിറ്റ് ചെയ്ത ശേഷം വീണ്ടും ശ്രമിക്കുക. ലോഗിൻ ആയാൽ ഗൃഹനാഥൻ്റെ പേരും ഒരു മൊബൈൽ നമ്പരും നൽകിയ ശേഷം മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് ഭാഷയും തിരഞ്ഞെടുക്കണം. ഇതോടെ പ്രാരംഭഘട്ടങ്ങൾ കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗൃഹനാഥൻ എന്നാൽ വീട്ടിലെ മുതിർന്ന അംഗം ആരുമാകാം. റേഷൻ കാർഡിൽ പേരുള്ളതുപോലെ ആവണം എന്നില്ല. ഇവിടെ നൽകേണ്ട മൊബൈൽ നമ്പരും വീട്ടിലെ ആരുടേതുമാകാം. പക്ഷേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ മാറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ട് സാധാരണ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ നൽകുക. അടുത്തതായി ജില്ല, വില്ലേജ് അല്ലെങ്കിൽ ടൗൺ ഏതാണോ അത്, വാർഡ് എന്നിവ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിൽ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ മാപ്പ് തെളിയും. അതിൽ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്യണം. മാപ്പിൽ വീട് അടയാളപ്പെടുത്തുന്നതും ഒരു പ്രക്രിയയാണ്. ഇതിനായി ആദ്യം ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും ബന്ധപ്പെട്ട സംസ്ഥാനം തിരഞ്ഞെടുത്ത് ജില്ലയുടെ പേരും പിൻകോഡും നൽകിയ ശേഷം വില്ലേജ്, പ്രദേശം, സ്ട്രീറ്റ് അല്ലെങ്കിൽ പ്രധാന ലാൻഡ്മാർക്ക് എന്നിവയിൽ ഒന്ന് നൽകി സെർച്ചിൽ ക്ലിക്ക് ചെയ്യണം. മാപ്പ് ലോഡായി കഴിഞ്ഞാൽ ഓരോ വീടുകളും വ്യക്തമായി കാണുന്നതുവരെ പൂർണ്ണമായും സൂം ചെയ്ത് റോഡിൻ്റെ കൃത്യമായ വശവും അടുത്തുള്ള ലാൻഡ്മാർക്കുകളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തി ലൊക്കേഷൻ മാർക്കർ കൃത്യമായി വീടിന് മുകളിൽ തന്നെ സ്ഥാപിച്ചാണ് ലൊക്കേഷൻ മാപ്പിംഗ് നടത്തേണ്ടത്. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. തെറ്റിയാലും ആശങ്ക വേണ്ട, എന്യൂമറേറ്റർമാർ പിന്നീട് തിരുത്തിത്തരുന്നതായിരിക്കും. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ ആ ഫ്ലാറ്റ് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. നമ്മൾ താമസിക്കുന്ന ഓരോ ഫ്ലാറ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ആ ബിൽഡിംഗ് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞാൽ ചോദ്യാവലി പ്രത്യക്ഷപ്പെടും. വീടിൻ്റെ നിലത്തിനായി ഉപയോഗിച്ച പ്രധാന സാമഗ്രിയെക്കുറിച്ചുള്ള വിവരമാണ് ഇനി നൽകേണ്ടത്. ടൈൽ, മണ്ണ്, മരം, ഇഷ്ടിക, കല്ല്, സിമന്റ്, മറ്റുള്ളവ എന്താണോ നിലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് രേഖപ്പെടുത്തേണ്ടത്. വീടിൻ്റെ വിവിധ മുറികളിൽ വിവിധ തരം ഫ്ലോറിംഗ് ആണ് എങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്തത്, വീടിൻ്റെ ഭിത്തി കല്ലാണോ, കട്ടയാണോ, മണ്ണാണോ, സിമൻ്റാണോ, കോൺക്രീറ്റ് ആണോ എന്ന് രേഖപ്പെടുത്തണം. ഇനി വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച സാമഗ്രി, അതും ഓടാണോ, കോൺക്രീറ്റ് ആണോ, ഷീറ്റാണോ എന്ന് രേഖപ്പെടുത്തുക.
പിന്നീട് വീടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് രേഖപ്പെടുത്തിയ ശേഷം സേവ് കൊടുക്കുക. തുടർന്നാണ് കുടുംബത്തിൻ്റെ വിവരങ്ങൾ പൂരിപ്പിക്കേണ്ട പേജിലേക്ക് പോകുന്നത്. കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണമാണ് അടുത്ത ചോദ്യം. ഇവിടെ വീട്ടിലുള്ളവർ, പതിവായി താമസിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരേ അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നവരെല്ലാം കുടുംബാംഗങ്ങൾ എന്ന പ്രയോറിറ്റിയിൽ വരും. അതായത് വീട്ടുജോലിക്കാരി ഉണ്ടെങ്കിൽ അവർ നിങ്ങളോടൊപ്പമാണ് താമസവും ഭക്ഷണം കഴിക്കലും എങ്കിൽ അവർ കൂടി കുടുംബാംഗം എന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ഉൾപ്പെട്ട മക്കളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും പഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ജോലി ആവശ്യാർത്ഥമോ വിദേശങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ആണ് താമസമെങ്കിൽ അവരെ ഇവിടെ രേഖപ്പെടുത്താനും കഴിയുകയില്ല. അവരുടെ എണ്ണം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്തതായി കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേരാണ്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ നൽകിയതിനാൽ ആ പേര് കോളത്തിൽ തന്നെ ഉണ്ടാകും. ഇതിനുശേഷം കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേര് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് ചേർക്കണം. പലരും പറഞ്ഞ കംപ്ലൈൻറ്റ് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുമ്പോൾ പേര് കൃത്യമായി വരാറില്ല എന്നാണ്. അത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായി സ്പെല്ലിംഗ് മാറ്റിയൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതേ അർത്ഥം തന്നെ അല്ലെങ്കിൽ അതേ പേര് തന്നെ മലയാളത്തിൽ അവിടെ വരും. അത് 2-3 പ്രാവശ്യം ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ മാത്രം മതി. ഇതിന് ശേഷമാണ് ഈ കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥൻ ആണാണോ പെണ്ണാണോ എന്നൊക്കെ രേഖപ്പെടുത്തേണ്ടത്. അതും കൃത്യമായി രേഖപ്പെടുത്തണം. കുടുംബനാഥൻ പട്ടികജാതിയോ പട്ടികവർഗ വിഭാഗത്തിലോ പെട്ടതാണ് എങ്കിൽ അതാണ് അടുത്ത ചോദ്യത്തിന് ഉത്തരമായി നൽകേണ്ടത്. രണ്ടുമല്ല എങ്കിൽ മറ്റുള്ളവർ എന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെട്ടവർ അല്ല എങ്കിലും ഇവിടെ മറ്റുള്ളവർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത പേജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകരുത്. വീടിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചാണ് അടുത്ത ചോദ്യം. ഒന്നിലധികം വീടുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ കാര്യമാണ് എഴുതേണ്ടത്. വാടക വീടാണെങ്കിൽ അതാണ് എഴുതേണ്ടത്. സ്വന്തമായി വീടുണ്ട് പക്ഷേ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസമെങ്കിൽ അവിടെ അതാണ് രേഖപ്പെടുത്തേണ്ടത്. കൃത്യമായ അതിനുള്ള ഓപ്ഷനുണ്ട്. ഇതിനുശേഷം ആ വീട്ടിലെ കുടുംബത്തിന് മാത്രമായി താമസിക്കാൻ കൈവശമുള്ള മുറികളുടെ ആകെ എണ്ണം. ഇതിനുശേഷം കുടുംബത്തിൽ താമസമുള്ള ദമ്പതിമാരുടെ എണ്ണവും എഴുതണം. ഇതിനുശേഷമാണ് അടുത്ത പേജിലേക്ക് പോകുന്നത്. ഇവിടെയാണ് വീടിൻ്റെ സൗകര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടത്. കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സ്, കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത, വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ്, കക്കൂസിൻ്റെ ലഭ്യത, കക്കൂസിൻ്റെ തരം, ഒന്നിലേറെ ശുചിമുറികൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉപയോഗിക്കുന്നവയുടെ വിവരങ്ങൾ എന്നിവ നൽകണം. അഴുക്കുചാൽ എങ്ങോട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്, പരിസരത്ത് ലഭ്യമായ കുളിക്കാനുള്ള സൗകര്യങ്ങൾ, LPG PNG കണക്ഷൻ്റെ ലഭ്യത, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി നൽകുക. ഇതിനുശേഷം അടുത്ത പേജിൽ കുടുംബത്തിൻ്റെ ആസ്തി സംബന്ധിച്ച വിവരങ്ങളാണ് നൽകേണ്ടത്. വീട്ടിൽ ലഭ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളെക്കുറിച്ചാണ് പിന്നീടുള്ള ചോദ്യങ്ങൾ. റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ടെലിഫോൺ, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്നിവയുടെ ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം. വീട്ടിലെ ഗതാഗത സംവിധാന ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പിന്നീട് നൽകേണ്ടത്. സൈക്കിള്, സ്കൂട്ടർ, മോട്ടോർ സൈക്കിള്, മോപ്പഡ്, കാർ, ജീപ്പ്, വാൻ എന്നിവയെക്കുറിച്ച് ഇവിടെ വിവരം നൽകണം. കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ് എന്നൊരു ചോദ്യമുണ്ട്. ഒന്നിലേറെ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ സ്ഥിരമായി കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യത്തിൻ്റെ വിവരങ്ങൾ ഇവിടെ നൽകുക. ഇതിനുശേഷം മൊബൈൽ നമ്പർ കൂടി നൽകുന്നതോടെ ചോദ്യാവലി പൂർത്തിയാകും. ഇതിനുശേഷം പ്രിവ്യൂ പേജിലേക്ക് പോയി നൽകിയ വിവരങ്ങൾ സൂക്ഷ്മമായി വായിച്ച് കൃത്യത ഉറപ്പ് വരുത്തിയ ശേഷം സേവ് കൊടുക്കുക. അതിനുശേഷം പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. പിന്നീട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ 11 അക്കങ്ങളുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID അഥവാ SE ID ഫോണിൽ ലഭിക്കും. H എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ ID എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുന്ന സമയം അവർക്ക് കൈമാറണം. ചോദ്യാവലിക്ക് മറുപടി നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ കൂടി പറയാം. ഗൃഹനാഥൻ്റെയോ നാഥയുടെയോ പേര് നൽകുന്ന സ്ഥാനത്ത് കുടുംബത്തിലെ ഏതംഗത്തിൻ്റെ പേര് വേണമെങ്കിലും രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാവശ്യം മാത്രമേ പേര് രേഖപ്പെടുത്താൻ സാധിക്കൂ. ആദ്യം രേഖപ്പെടുത്തിയ പേര് പിന്നീട് മാറ്റാൻ സാധിക്കില്ല. ഒരു കുടുംബത്തിന് സെൽഫ് എന്യൂമറേഷനായി ഒരു മൊബൈൽ ഫോൺ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ.
ഒരിക്കൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ നമ്പർ മറ്റ് കുടുംബാംഗങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൃത്യമായി ഉപയോഗിക്കുന്ന നമ്പറാണ് നൽകേണ്ടത്. സ്വന്തം വീടാണ് എങ്കിലും കണക്കെടുപ്പ് കാലത്താകെ അവിടെയില്ലാത്തവരെ ആ കണക്കിൽ ഉൾക്കൊള്ളിക്കില്ല. അവർ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിലും അവിടത്തെ കണക്കിലായിരിക്കും ഉൾപ്പെടുത്തുക. വർഷത്തിന്റെ ഭൂരിഭാഗം സമയത്തും സ്വന്തം വീട്ടിൽ ഇല്ലാത്തവരാണ് എങ്കിൽ കൂടി അവർ ഇപ്പോൾ എവിടെയാണോ ആ സ്ഥലത്താണ് കണക്കെടുപ്പ് നടത്തേണ്ടത്. സെൻസസ് നിയമത്തിലെ 8-ാം വകുപ്പ് അനുസരിച്ച് ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം നൽകിയിരിക്കണം. വിസമ്മതിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 1000 രൂപ വരെ പിഴ ചുമത്താം. പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കാണിച്ചു കൊടുക്കുകയോ രേഖകളുടെ പകർപ്പ് നൽകുകയോ ചെയ്യേണ്ടതില്ല. വിദേശത്തിരുന്ന് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ ആകില്ല. ഇന്ത്യക്കുള്ളിൽ മാത്രമേ ഈ പോർട്ടൽ ലഭ്യമാകൂ. രാജ്യത്തുള്ള NRIകൾ മേൽപ്പറഞ്ഞ ഉപാധി പാലിച്ചിട്ടുണ്ട് എങ്കിൽ അവരെയും സെൻസസിൽ എണ്ണാം. രാജ്യത്തില്ലാത്ത NRIകളെ പരിഗണിക്കില്ല. മുൻകാലങ്ങളിലും ഇതേ രീതിയിലാണ് പിന്തുടർന്നു വന്നത്. സ്വന്തം വീടാണ് എങ്കിലും കണക്കെടുപ്പ് കാലത്താകെ അവിടെ ഇല്ലാത്തവരെ കണക്കിൽ ഉൾക്കൊള്ളിക്കില്ല. ഇനി ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുടെ കാര്യമാണ്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാനത് ചെയ്തു നോക്കിയതാണ്. കൃത്യമായിട്ട് ഫ്ളാറ്റ് ഇരിക്കുന്ന ഭാഗം മാപ്പിൽ രേഖപ്പെടുത്തൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അതും എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫ്ലാറ്റ് എവിടെയാണോ ഉള്ളത് ആ ഫ്ലാറ്റ് കൃത്യമായിട്ട് ഫ്ലാറ്റിൻ്റെ പേരും സ്ഥലവും അടിച്ചാൽ കൃത്യമായിട്ട് ആ മാപ്പിൽ ആ ഫ്ലാറ്റ് കാണിക്കും. അതൊന്ന് മാർക്ക് ചെയ്തു കൊടുത്താൽ മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫ്ലാറ്റിൽ 70 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എങ്കിൽ ആ 70 കുടുംബങ്ങളും സെപ്പറേറ്റ് ഓരോരുത്തരായി ആരൊക്കെയാണോ അവിടെ താമസം ഈ 70 കുടുംബങ്ങളും എന്യൂമറേഷൻ ചെയ്യേണ്ടതുണ്ട്. സെൽഫ് എന്യൂമറേഷൻ തീരെ ചെയ്യേണ്ടതില്ലാത്ത ചില വിഭാഗങ്ങൾ കൂടിയുണ്ട്. അതായത് സാധാരണ വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ മാത്രമാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതുള്ളൂ. ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ, ബോർഡിങ്ങുകൾ, വൃദ്ധസദനങ്ങൾ, ജയിലുകൾ എന്നിവയിൽ താമസിക്കുന്നവർ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടവരല്ല. ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിൽ എത്തിയായിരിക്കും. അതുപോലെ തന്നെ വഴിയോരങ്ങൾ, റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ, ഫ്ലൈ ഓവറുകൾക്ക് താഴെയും മറ്റ് പൊതുസ്ഥലങ്ങളിലും അന്തിയുറങ്ങുന്നവർക്കും ഓൺലൈനായി വിവരശേഖരണം നടത്താൻ കഴിയില്ല. ഇവർക്കായി ഉദ്യോഗസ്ഥർ പ്രത്യേക രാത്രികാല പരിശോധനകൾ നടത്തിയാണ് വിവരങ്ങൾ ശേഖരിക്കുക. അതുപോലെ വ്യാപാര, വാണിജ്യ, പൊതുസ്ഥാപനങ്ങൾക്കും സെൽഫ് എന്യൂമറേഷൻ ഇല്ല. ഇവിടെയും എന്യൂമറേറ്റർമാർ നേരിട്ടെത്തും. ഇനി പ്രവാസികൾ എന്യൂമറേഷൻ ചെയ്യേണ്ടതില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ്. കേരളത്തിൽ വീടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ നിലവിലെ താമസ സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സെൽഫ് എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൃത്യമായിട്ട് എല്ലാവർക്കും സംശയങ്ങൾ മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് കമൻ്റായി രേഖപ്പെടുത്തുക. കൃത്യമായി മറുപടി നൽകാൻ ശ്രമിക്കുക. നന്ദി.